നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് തേർഡ് സിറ്റുവേഷനിൽ അവർ സന്തോഷമാണോ അതോ അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് തോട്ട്സ് എന്താണെന്നാണ് കേട്ടോ. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത്, ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണേലും അവരുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞ് അവരുടെ മുഖം മനസ്സിൽ നല്ലപോലെ ഓർത്തുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എനർജി എടുക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ റീഡിങ്സ് റെസനേറ്റ് ആണ്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ല നിങ്ങൾക്ക് എന്ത് കാര്യമാണോ അതിനകത്ത് രേഖപ്പെടുത്താൻ തോന്നുന്നത് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം എല്ലാ റീഡിങ്സിലും നിങ്ങളുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് തന്നെ കടന്നു പോകണം. നമുക്ക് ഡിവൈൻ തന്ന ഈ ഒരു ഇൻഫർമേഷൻസിന് നമ്മൾ നൽകുന്നൊരു നന്ദിയായിട്ട് മാത്രം കാണുക. കൂടാതെ തന്നെ പോസിറ്റീവായിട്ട് തന്നെ എന്തിനേയും എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കുക. മാത്രവുമല്ല, ഈ ഒരു ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ കണക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതൊരുപാട് ആളുകൾ കാണുന്നതാണ്. അപ്പം അത് എത്രത്തോളം നിങ്ങൾ എനർജി കണക്റ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആയിരിക്കും. കാരണം നിങ്ങളുടെ കയ്യിലാണ് ജനറൽ റീഡിങ്സിൻ്റെ എനർജി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് കാണുക. പിന്നെ ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവുന്നവരെടുത്ത് അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നു, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മൈൻഡ് റീഡിംഗ് ആണ്, ഡിവൈൻ എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നിങ്ങൾക്കറിയേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം നല്ല വ്യക്തവും കൃത്യവുമായിട്ടൊരു ഉത്തരം നൽകുകയും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കണക്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഗൈഡൻസ് ലഭിക്കാനും ഒക്കെ നിങ്ങൾക്ക് ടാറോ റീഡിങ്സ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ കുറിച്ചും പാസ്റ്റിലെ മുൻകാലങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് നല്ല വ്യക്തവും കൃത്യവുമായിട്ടൊരു ക്ലാരിറ്റി എടുക്കാനൊക്കെ നമുക്ക് ടാറോ റീഡിങ്സ് ഉപയോഗപ്രദമാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ തേർഡ് പാർട്ടി പ്രസൻസിൽ സന്തോഷമായിട്ടാണോ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയും ഫാമിലി എനർജിയും സിംഗിൾ എനർജിയും കണക്റ്റഡ് ആണ്. നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എനർജിയുടെ പ്രസൻസ് ആണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതായത് അവർ പോയിരിക്കുന്നത് ഒരു പക്ഷേ ഫാമിലി എനർജിയിലേക്കാവാം, പാർട്ട്ണർ എനർജിയിലേക്കാണ് അവർ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. ചിലരുടെ എനർജി നോക്കുമ്പം പേരൻസിൻ്റെ മറ്റു പ്രസൻസ് കാണിക്കുന്നുണ്ട്. അത് സിംഗിൾ എനർജിയെ ബേസ് ചെയ്ത് നമുക്ക് കണക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫാമിലി എനർജിയും ഉണ്ട് കേട്ടോ. അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് വളരെയധികം ഇമോഷണൽ അറ്റാച്ചോടുകൂടി നിൽക്കാൻ പോയതും നമുക്കിതിനകത്ത് കണക്റ്റഡ് ആണ്. 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷൻസിനെ, അതായത് വളരെ സത്യസന്ധമാകുന്ന ഒരു സ്നേഹത്തെ ഉപേക്ഷിച്ച് അവർ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതായത് അവർക്ക് ഇമോഷൻസിനല്ലായിരുന്നു ആ ഒരു സമയത്ത് ആവശ്യം, അവർക്ക് മറ്റു ഭൗതികമാകുന്ന പല കാര്യങ്ങളുമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. സാമ്പത്തികമോ കരിയർ പാതയിലേക്കുള്ള പ്രസൻസോ അതല്ലെങ്കിൽ അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ഫോക്കസ് ചെയ്യേണ്ടതാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ യഥാർത്ഥ സ്നേഹത്തെ അവരെത്രത്തോളം ആഴത്തിൽ കണക്റ്റ് ചെയ്തിരുന്നോ, എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നോ ആ ഒരു സ്നേഹത്തെ അവർ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ നിന്നും അവർക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു. അത് അവരുടെ സാഹചര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഒരു കൺഫ്യൂഷൻ എനർജി നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണകളുടെ കുറേ എനർജികൾ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ആ വ്യക്തിയെയും നിങ്ങളെയും ബേസ് ചെയ്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഇമോഷണൽ ചീറ്റിംഗ് കൂടി സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ശക്തമാകുന്ന വേദന നൽകി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് കടന്നു പോയത്, നിങ്ങളെ ഉപേക്ഷിച്ച് പോയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നിങ്ങളോട് വളരെയധികം
ക്രൂവൽ മൈൻഡോട് കൂടി ഒരു പേഴ്സൺ പെരുമാറിയിട്ടുണ്ടാവാം. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയമായിരുന്നു, നേട്ടങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്തത്, അബണ്ടൻസിനെയാണ് അവർ ഫോക്കസ് ചെയ്തത്. മാത്രവുമല്ല അവർ ഭൗതികമാകുന്ന പല കാര്യങ്ങളെയും അവർക്ക് ലഭിച്ചു. അതായത് ഒരു ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മിറാക്കിൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് അവർ തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് മാറിപ്പോയത്. അതായത് അവർ ശരിക്കും ഒന്ന് അഹങ്കരിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അബണ്ടൻസ് ആയിരുന്നു, ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ്. മസ്കുലനാണ്, ഒരു മെയിൽ എനർജി ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ആർത്തി അല്ലെങ്കിൽ ആഗ്രഹം വളരെയധികം ശക്തമായിട്ട് നിന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നിൽക്കുന്നത്. അവർ ആ ഒരു സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കറൻറ്റിലിയും അവർ ചിന്തിച്ച അത്രയും ഉയരത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി പ്രസൻസിൽ അവരെ സംബന്ധിച്ച് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വശീകരണം, അല്ലെങ്കിൽ അവരവിടെ ഒരു സ്ട്രഗ്ലിങ് എനർജിയിലാണ് നിൽക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന രീതിയിൽ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു എങ്കിലെന്ന്, അല്ലെങ്കിൽ അവർ വളരെയധികം ശക്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ ഫുൾ കഴിവുകളും എടുത്തു വെച്ച് അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവരൊരു സ്തംഭന അവസ്ഥയിലാണ്. ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷേ അവിടെ ഒരു മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസ് ആണ്. അതായത് രണ്ട് സാഹചര്യങ്ങളെന്ന പോലെയാണ്, കൺഫ്യൂസ്ഡ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് വളരെയധികം കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടെങ്കിലും ഫിസിക്കൽ പരമായിട്ട് നോക്കുമ്പോൾ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തേർഡ് പാർട്ടിയിൽ കാണുന്നത്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ ചെന്ന് നിൽക്കുന്നിടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു കൺട്രോൾ എനർജിയിലാണ്. അവരെ മാനേജിങ് ചെയ്യുന്ന എനർജിയാണ്. അവർ പോയത് ശരിക്കും പ്രതീക്ഷിച്ചത് അവർക്ക് വളരെയധികം ശക്തമായിട്ട് മാനേജിങ് ചെയ്യാം, അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാര്യങ്ങളെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിൽ അവർക്ക് വശംവദമായി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പോകുന്നത്. അതായത് സ്വപ്നങ്ങളെല്ലാം സ്റ്റക്കാണ്, അവരുടെ ആഗ്രഹങ്ങളും പാഷനും എല്ലാം സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഒന്നിലും മൂവ്മെൻറ്റ്സ് വന്നിട്ടില്ല. പക്ഷെ അവരുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പ്രവേശിച്ചപ്പം അവർ തീരുമാനിച്ച കാര്യങ്ങളെ ഒന്നും അവർ വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല. അവരതിൽ തന്നെ ഹോൾഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് യാതൊരു ഉറപ്പുമില്ല. അവർക്ക് നാളത്തേക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അവർക്കൊരു ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുമാത്രവുമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എനർജിയിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അതായത് അവർക്കിടയിലുള്ള സംസാരങ്ങളിൽ ഒരു ഒരു അരക്ഷിതാവസ്ഥ, അവർക്ക് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരവസ്ഥ, മനസ്സിലാക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ തേർഡ് പാർട്ടി പ്രസൻസിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരാശപ്പെടുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, പലവട്ടം ഈ ഒരു പേഴ്സൺ അവിടെ പ്രാധാന്യം കൊടുക്കുമ്പോഴും നിരാശപ്പെട്ടു പോകുന്നൊരു എനർജിയാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളോട് അവർ ചെയ്തത് അവരവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. വിശ്വാസക്കേട് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ശരിക്കും അവർ വാക്കുകൾ കൊണ്ട് പെയിൻ അനുഭവിക്കുന്ന, വാക്കുകൾ കൊണ്ട് മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസാണ്. മാത്രവുമല്ല എനിക്ക് തോന്നുന്നു അവിടെ ഇവരെ സംബന്ധിച്ച് നിരായുധരായ പോലെ ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം കേട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. കാരണം തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിലാണ് അവർ. ഫാമിലിയിലാണേലും പേരൻസിൻ്റെ എനർജിയിലാണെങ്കിലും ഒരു പാർട്ട്ണറുടെ എനർജിയിലാണേലും അവർ നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആണ്. വിട്ടുവീഴ്ചകളില്ലാത്തൊരിടത്താണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. 10 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ആഗ്രഹിച്ച് ചെന്നത് അവർ ഓപ്പർച്യൂണിറ്റീസ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പ്രതീക്ഷിച്ച് ചെന്നെങ്കിലും അവിടെ ബർഡൻ, ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റികളെല്ലാം ചുമക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ
നമുക്കിവിടെ നിൽക്കുന്നത് ഒരു ഇമോഷണൽ എനർജിയാണ്. ഒരു അൺകണ്ടീഷണൽ എനർജി പ്രതീക്ഷിച്ചുവെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോശമാകുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഇമോഷൻസിനെ അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ശരിക്കും അവർ വളരെയധികം പ്രഷ്യസ് ആയിട്ടാണ് കേട്ടോ അൺകണ്ടീഷണൽ ആയിട്ടാണ് നിന്നത്. അവർക്ക് ഒരു കണ്ടീഷൻസും ഇല്ലാത്ത വിധം അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. വളരെയധികം ദൈവീകമാകുന്ന രീതിയിലും വളരെയധികം റെസ്പെക്റ്റ് എനർജിയോട് കൂടിയും ഇമോഷണലി അവരൊരു ഒരു പവിത്രമാകുന്ന ഒരു എനർജി പോലെ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവർ ആ ഒരു സിറ്റുവേഷൻസിനെ കണ്ടു. അവരങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത് ചെന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത്. തേർഡ് പാർട്ടിയിലേക്ക് ഇവർ തന്നെയാണ് കണക്ട് ചെയ്ത് ചെന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് അവിടെ നിന്ന് യാതൊരു വാല്യൂവും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ബെർഡൻ ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന അവസ്ഥ, അതായത് സൈലൻ്റ് ആയിട്ട് നിൽക്കേണ്ട അവസ്ഥ, ഒന്നും പറയാൻ പറ്റുന്നില്ല. അതായത് അവരുടെ ആ ഒരു ഇമോഷൻസിനെ ഒന്ന് പ്രകടിപ്പിക്കാൻ പോലുമുള്ള അനുവാദമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ശരിക്കും തേർഡ് പാർട്ടി എനർജിയിൽ നിൽക്കുന്നത്. 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം നിരാശപ്പെടുന്നു, നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ മനസ്സിലാക്കേണ്ടി വരുന്നു. മാത്രവുമല്ല അവരിപ്പം ചിന്തിച്ചപ്പം അവർക്കൊരു മതിൽ കെട്ടുപോലെ ഇമോഷൻസ് കൊണ്ട് ഒരു വലയം തീർത്തൊരു എനർജി ആയിരുന്നു നിങ്ങൾ. അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു നിങ്ങളുടെ പ്രസൻസ്. പക്ഷേ ഇപ്പം അവർക്കത് ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ. അവർ എപ്പോഴും ചിന്തിക്കുന്നു, ഒറ്റപ്പെട്ടിരുന്ന് നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ നേരെ കാണിച്ച ഒരു റിജക്ഷൻ, നിങ്ങളോട് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ നിമിഷങ്ങൾ, ഇതെല്ലാം കൂടി ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു എനർജിയിൽ അവരെ പെടുത്തി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസ് എന്തായിക്കോട്ടെ അവിടെ നിന്നും ഇവരെ പൂർണ്ണമായിട്ടും വാച്ചിങ് ചെയ്യുന്ന ഒരു എനർജി. ഇവർക്ക് തിരിയാനോ അറിയാനോ പറ്റാത്തൊരവസ്ഥ, ഒന്നിലധികം പ്രശ്നങ്ങളെ തേർഡ് പാർട്ടിയുടെ എനർജിയെ ബേസ് ചെയ്ത് അവർ ചുമക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, പ്ലസ് ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എനർജിയിൽ അവർക്കൊരു റിലാക്സ് എന്ന് പറയുന്ന ചിന്തകൾ, നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച ചില സിറ്റുവേഷൻസുകൾ, നിങ്ങളിൽ നിന്നും അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു കറൻറ്റിൽ ഒരു ഹാപ്പിനെസ് ഉള്ളൂ, ഒരു പ്രതീക്ഷയുള്ളൂ ജീവിതത്തെക്കുറിച്ച്. ബാലൻസ് ഫുള്ളും വളരെ മോശമാകുന്ന സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തി കണക്ട് ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയതൊരു സൺറൈസിങ് എനർജിയാണ് കേട്ടോ. വളരെ സ്ട്രോങ് ആണ്. അവർ വിജയത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരുടെ മുന്നിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ നിൽപ്പുണ്ട്. പക്ഷെ അതൊന്നും അവരെ ഫോക്കസ് ചെയ്യുന്നില്ല. അവർ ഫോക്കസ് ചെയ്താലും അവരെ കണക്ട് ചെയ്യുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യം അവരുടെ സക്സസ് ആണ്. അവർ ആഗ്രഹിച്ച വിജയം അവർക്ക് ഒരു രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആഗ്രഹിച്ച രീതിയിൽ ആ ഒരു സക്സസ്സിൽ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോയി. പിന്നീട് അവർ ചിന്തിച്ചത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്, വെൽത്ത് എനർജി. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പ്രസൻസ് അല്ലെങ്കിൽ കരിയർ പാതയിൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, ഇതും അവരെ സംബന്ധിച്ച് അവർക്ക് അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. മൂന്നാമത് അവർ ജീവിതത്തിൽ ഒരു വലിയ തുടക്കം, ഒരു ഇൻസ്പിറേഷൻ എനർജിയിലേക്ക് മാറും. മറ്റുള്ളവർക്കൊരു മാർഗനിർദ്ദേശിയായിട്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ കണ്ട് പഠിക്കുമെന്ന് ചിന്തിച്ച് ഈ 3 കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ഇപ്പം ചിന്തകളിൽ മാത്രമേ ഉള്ളൂ. അതായത് തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഇവർ പോയത് അത്രത്തോളം വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും, എല്ലാവരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നതെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരെ പൂർണ്ണമായിട്ടും സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. അതായത് ഒരു ഹാപ്പി ഫാമിലി എനർജി. അതായത് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ ഇല്ലാതെ നിങ്ങളെ അവർ തൂക്കിയ ത്രാസിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിക്കായിരുന്നു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്കതിനകത്ത് ഒരു വാല്യൂവും അവരുടെ മനസ്സുകൊണ്ടില്ലായിരുന്നു. ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ അവരുടെ കണക്കിൽപ്പെടാത്ത, അവരുടെ ഓർമ്മകളിൽപ്പെടാത്ത, അവരുടെ ലൈഫിൽ പെടാത്തൊരു വ്യക്തിയായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് പോയത്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കണം, വളരെ ശക്തമായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിച്ചെടുത്ത് ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ്. ആകെ അവരെ
അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. അവർ ബ്ലെസ്സിങ്സ് പ്രതീക്ഷിച്ചു, മെറ്റീരിയലിസ്റ്റിക് ആവുന്ന ചില സക്സസ്സുകൾ പ്രതീക്ഷിച്ചു എങ്കിൽ തന്നെ ജസ്റ്റ് അവരിൽ ഇപ്പോൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇമോഷൻസ് മാത്രം. അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത് ഒരു ഇമോഷണൽ ബാലൻസിൽ മാത്രമാണ്. പക്ഷേ ആ ഒരു ഇമോഷണൽ ബാലൻസിലൂടെ അവർക്ക് സക്സസ് ആവാൻ സാധിക്കും. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. അവർ വളരെയധികം തിങ്കിങ്, അതായത് ഒരു നിരാശ അവരിൽ വലയം ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ഇമോഷണൽ ബാലൻസ്, ഇമോഷണൽ സപ്പോർട്ടിംഗ് ഉണ്ട്. ബാക്കി ഒരു രീതിയിലും അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒന്നും തന്നെ ലഭിക്കാതെ പോകുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും അതിനകത്തൊരു ഫാമിലി എനർജിയുടെ പ്രസൻസ് ഉണ്ട്. സ്റ്റക്നെസ് ആണ്. തീർച്ചയായിട്ടും ബൗണ്ടറി ഇട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി എന്ന് പറയുന്ന എനർജിയിൽ നിന്നും പാസ്റ്റിലേക്ക് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷനെങ്കിലും നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സമാധാനപരമായിട്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയിരുന്നുവെങ്കിൽ, അതിനൊരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഇവരെ പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടി വാച്ചിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഉൾഭയമാണ്. ശരിക്കും നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷന് വരാൻ അവർക്കൊരു ഉൾഭയമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി, ഒന്നിലധികം പ്രശ്നങ്ങൾ അവരെ തൊട്ടില്ല എന്ന മട്ടിൽ അവരിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരാഗ്രഹിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ. ഈ ഒരു പ്രശ്നത്തിനേക്കാൾ അപ്പുറം നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവർക്ക് ഇപ്പം വളരെ നല്ലത്. അതായിരിക്കും അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ് എന്ന് അവർ ചിന്തിക്കുന്നു. മാത്രവുമല്ല, ജീവിതത്തിൽ അവർക്ക് ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം സക്സസ് വേണം. ഇതെല്ലാം ഒരു സ്നേഹം വേണം. അവർക്ക് കുറച്ച് സ്നേഹം, പ്രണയം, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം ഇവരിൽ ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അതൊക്കെ അവരുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് അവരൊരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഒരു ത്യാഗ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളോട് ചെയ്ത ചതിയാണ് കേട്ടോ. അവർ ചെയ്തു പോയത് തെറ്റായിപ്പോയി. ഒരു ചീറ്റിംഗ് എനർജിയുടെ പ്രസൻസ് ആണ് അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ശക്തമാകുന്ന ചീറ്റിംഗ് നിങ്ങളെ ചെയ്തു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെയധികം വേദന നിറഞ്ഞതാകുന്നു. അവരൊരു ടോക്സിക് എനർജിയിലൂടെ കടന്നു പോകുന്നു. കാരണം അവരൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സ്റ്റക്കായിപ്പോയി. അതായത് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെയും ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ചൊക്കെ ഇവർ ചിന്തിച്ചപ്പം ഇവരെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്കിനി ഒന്നും നോക്കണ്ട എന്നുള്ള ഒരു ചിന്ത വന്നതാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു ചീറ്റിംഗ് എനർജിക്ക് കാരണമായത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഒരു ടോക്സിക് സിറ്റുവേഷൻസാണ്. അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ മുന്നിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തോ സ്നേഹിച്ചോ അതൊരു കാരണവശാലും ഒരു വ്യക്തികൾക്ക് മറന്നു പോകാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ അത് എപ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കും. അവർ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ച ഓരോ സപ്പോർട്ടും പ്രസൻസും എല്ലാം അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നാളെ എന്തായിരിക്കും, നിങ്ങളെ കാണേണ്ടി വരുമോ, അതല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം അവർ തിരിച്ചടി പോലെ വരുമോ, അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കർമ്മ നേരിടുമോ, ഇങ്ങനെയുള്ളൊരു ഉൾഭയത്തോടു കൂടിയായിരിക്കും നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് പോയ വ്യക്തികളുടെ ഓരോ നിമിഷവും കടന്നു പോകുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങുമ്പോൾ അവർ സമാധാനമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട്, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു റിസ്ക് എനർജിയിലാണ് നിൽക്കുന്നത്. രണ്ട് സാഹചര്യം അവരിൽ എപ്പോഴും കണക്റ്റഡ് ആകുന്നുണ്ട്. തേർഡ് പാർട്ടി വേണോ നിങ്ങൾ വേണോ, രണ്ടിനും രണ്ട് രീതിയിലുള്ള മൂല്യമാണ് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴും രണ്ട് അവസ്ഥയാണ്. ഏത് വേണം ഏത് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. എന്താണെങ്കിലും അവരൊരു ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് സിറ്റുവേഷൻസേയും കൂടി മാനേജിങ് ചെയ്യണോ അതോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകണോ എന്നുള്ളൊരു തോട്ട്സ് കൂടി അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇവരെ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെയും നിങ്ങളെയും ബേസ് ചെയ്ത് പുറമേ ചില ആളുകളുടെ പ്രസൻസ് ഇവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതും അവരെ സംബന്ധിച്ചൊരു നെഗറ്റിവിറ്റിയാണ്. തീർച്ചയായിട്ടും ഒരു തകർച്ചയിലാണ്, ഒരു കുഴിയിൽ കിടക്കുന്ന അവസ്ഥയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ്. അവർ സ്വയം തിരിച്ചറിവിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അവരുടെ ചിന്തകളും തോട്ട്സും എല്ലാം ഒരു തിരിച്ചറിവിൻ്റെ എനർജിയിലേക്ക് വരുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ, ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ മാറുന്നുണ്ട് കേട്ടോ. കുറച്ച് ദൈവിക വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റു യോഗ, മെഡിറ്റേഷൻ, റേക്കി അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ആത്മീയമാകുന്ന എനർജികളിലേക്ക് അവർ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു പുതിയ തുടക്കം, ഒരു പക്ഷേ അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നെങ്കിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുക, അതല്ലെങ്കിൽ മുന്നോട്ടുള്ള ഈ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ ക്ലാരിറ്റിയോടുകൂടി ക്ലിയറായിട്ട്, അതായത് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഇവർ ചില സ്പിരിച്വൽ എനർജികളുമായിട്ട് കണക്റ്റ് ചെയ്ത് കാര്യങ്ങളെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇവർ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, മതപരമാകുന്ന ഏതെങ്കിലും വ്യക്തികളെയോ മറ്റും സമീപിച്ച് അഡ്വൈസ് തേടുന്നുണ്ടാവാം, അതല്ലെങ്കിൽ ഇവരുടെ ലൈഫിലെ കർമ്മയെ ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം തിരിച്ചറിവിലേക്കും ഒരു സ്പിരിച്വാലിറ്റി എനർജിയിലേക്കും മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ക്ലാരിറ്റിയോടുകൂടി കണക്റ്റ് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കും. അതിനു വേണ്ട ചില നടപടികൾ നിങ്ങളുടെ വ്യക്തി എടുക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് അർഹതയുള്ളത് നമ്മളെ തേടി വരും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് അർഹതയില്ലാത്തത്, നമുക്ക് വിധിക്കാത്തതിനെ ഡിവൈൻ തന്നെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നമ്മൾ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ പ്രപഞ്ചം തീരുമാനിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ കേട്ടോ.